സുഹൃത്തുക്കളെ, മതേതരത്വം മതേതരത്വം സംഗതി രണ്ടാമത്തെ മതേതരത്വങ്ങൾ കണ്ടില്ലല്ലോ. മതേതരത്വം പേ പാർക്കിംഗ് ആണ് സംഗതി. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തുവാടാന്നുള്ളത്. സംഗതി നമ്മുടെ മലപ്പുറത്ത് നടക്കുന്ന ഈ ഒരു മാഘമഹോത്സവവുമായി ബന്ധപ്പെട്ട്, മാഘമഹോത്സവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിനെ ആ ഒരു മാഘമഹോത്സവത്തെ ഒരു വലിയ ഗംഭീര പരിപാടിയൊക്കെ ആയിട്ടൊക്കെ അതിന് പറയുന്നുണ്ട്. എന്തായാലും കുംഭമേള നിൽക്കുന്ന പുതിയ പേരുകൾ, സുഗന്ധി ഗുപ്ത എന്ന് പറയുന്ന ഒരു പേജ്, ആ ഒരു പേജിൽ വന്നൊരു വാർത്തയാണ്. ആ വാർത്ത കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചില്ലെങ്കിൽ വളരെ മോശമാണല്ലോ എന്ന് തോന്നിപ്പോയി. സംഗതി ഇങ്ങനെയാണ് കേട്ടോ. തുടക്കത്തിലെ കണ്ടത് മതേതരത്വം എന്നാണ്. ഈ മതേതരത്വം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് അവന്റെ വിശ്വാസം അവനായിട്ട് പോയിക്കോട്ടെ, എന്റെ വിശ്വാസത്തിൽ ഞാനായിട്ട് പോയിക്കോട്ടെ, അങ്ങോട്ടും കൂടെ ഇടപെടണ്ട, പറ്റുമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിച്ചോളൂ എന്നൊക്കെ നമുക്ക് അതിനെ കരുതാലോ. പക്ഷേ ഈ സുഗന്ധി ഗുപ്ത എഴുതി വെച്ചിരിക്കുന്ന സംഗതി ഇങ്ങനെയാണ്: കാറിലും ബൈക്കിലും തിരുനാവായ കുംഭമേളയ്ക്ക് എത്തുന്നവർ സ്വാഭാവികമായി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം വാഹന പാർക്കിംഗ് തന്നെയാണ്. ആണെന്നേ, ഇന്ന് രാവിലെ കിട്ടിയ വിവരം, കിലോമീറ്ററുകളോളം ക്യൂ ആണ്. ആളുകൾ ക്യൂ നിൽക്കുകയാണ് അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്തായാലും ക്ഷേത്ര പരിസരത്തുള്ള ഇതര മതസ്ഥരുടെ, കൃത്യമായിട്ട് കേൾക്കണം കേട്ടോ, ഇതര മതസ്ഥരുടെ, സ്വന്തം മതത്തിൽപ്പെട്ട ആൾക്കാരല്ല, ഹിന്ദുക്കളതല്ല എന്ന് ഇവരായതിനെ പറഞ്ഞു കഴിഞ്ഞു. അതായത് മുസ്ലിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയിരിക്കാം. ഇനിയിപ്പോൾ മലപ്പുറമായതുകൊണ്ട് സംശയമൊന്നും വേണ്ട, മാപ്പിളാര് മുസ്ലിങ്ങൾ. അപ്പൊ ഇതര മതസ്ഥരെ നിങ്ങൾ കഷ്ടപ്പെടേണ്ട, മുസ്ലിം വീടുകൾ അങ്ങനെ തന്നെ പറയാം. അവരുടെ വീടുകളുടെ ഒട്ടുമിക്ക വീടുകളും ഗേറ്റുകള് വാഹന പാർക്കിങ്ങിനായി തുറന്നിട്ടിരിക്കുന്ന മഹാമനസ്കതയെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വായിച്ചതാണ്. ശരിയാണെന്നേ, അവരവരുടെ വീടുകളൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് വരൂ, വാഹനം പാർക്ക് ചെയ്തോളൂ, പൊയ്ക്കോളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, പൈസ കൊടുക്കണം. പൈസ കൊടുക്കണം. എന്തെങ്കിലും തീവ്ര വർഗീയത പറയുന്നവർ അന്നാട്ടുകാർ പാർക്കിംഗ് സൗകര്യം നൽകാൻ മത്സരിക്കുന്ന കാഴ്ചകൾ കണ്ണു തുറന്ന് കാണണം എന്നൊക്കെ ആ നാട്ടുകാരെ പുകഴ്ത്തിക്കൊണ്ട്, മലപ്പുറത്തിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഉള്ള പോസ്റ്റുകളെല്ലാം വന്നതെന്നാണ് ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ എഴുതിയത് വായിച്ചിട്ട് വണ്ടിയും തള്ളിക്കൊണ്ട് അങ്ങോട്ട് ചെന്നേക്കരുത് കേട്ടോ. പാർക്കിങ്ങിന് അവിടെ മതമില്ല, ജാതിയുമില്ല, പക്ഷേ മനുഷ്യത്വവും ഉണ്ടാവില്ല. അവിടെയുള്ളത് കച്ചവടം മാത്രമാണ്. അടിപൊളി. അതായത് പാർക്കിങ്ങുമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് കച്ചവടം മാത്രമാണെന്നതാണ് 100%. അവിടെ ഫ്രീ പാർക്കിംഗ് ഉണ്ട്. അമ്പലം അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഫ്രീ പാർക്കിംഗ് ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ അവരവരുടെ വീടുകളൊക്കെ തുറന്നു കൊടുത്തിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറയുന്നത് കൃത്യമായിട്ടും പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ്. എന്തിന്? ഞാനത് ലാസ്റ്റ് പറയാൻ കേട്ടോ. കാശ് തുട്ട് എന്നൊക്കെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. കാറും ബൈക്കും പാർക്ക് ചെയ്യാൻ ഗേറ്റ് തുറന്നിടുന്ന എല്ലാവർക്കും മഹാമനസ്കതയൊന്നുമില്ല. എന്തിനേയും ഏതിനേയും കൊമേഴ്സ്യലായി മുതലാക്കാൻ അറിയുന്നവരുടെ ഒരു കോളാണ് മാഘമഹോത്സവം. 100%. ഈ മാഘമഹോത്സവം മാത്രമല്ല, ആ ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആ വലിയ ഉത്സവം ഉണ്ടല്ലോ, കുംഭമേള, അതും നടക്ക തന്നെയാണ്. അതൊക്കെ മലപ്പുറത്തിന്റെ മതേതര മഹത്വമായി കൊട്ടിഘോഷിക്കരുത്. എവിടെയും കൊട്ടിഘോഷിക്കുന്നില്ല കേട്ടോ. ഏത് നാട്ടിലും ഇത്തരം കച്ചവട വരുമാന സാധ്യതകൾ ഉപയോഗിക്കുന്നവരുണ്ട്. നല്ല കാര്യം, അത് തിരിച്ചറിഞ്ഞല്ലോ. പിന്നെന്തിനാണ് മലപ്പുറത്തിനെ ഇങ്ങനെ ഇതര മതസ്ഥർ എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നത്? മിണ്ടാവുതിരുന്നവരെ. ഇവിടെ ഒരു ബൈക്ക് പാർക്ക് ചെയ്യാൻ 30 രൂപയൊക്കെ ഈടാക്കുന്ന ബോർഡുകൾ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കൊല്ലുന്ന ചാർജിങ്. ഇതാണോ ചിലരൊക്കെ പാടിപ്പുകഴ്ത്തുന്ന മലപ്പുറം മഹത്വം? 100%. ഇത് മലപ്പുറം മഹത്താണ്. ചുറ്റുപാടുള്ള ആളുകളൊക്കെ അല്ലെങ്കിൽ 10-15 അല്ലെങ്കിൽ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് ബൈക്കൊക്കെ അവിടെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്ത് പോകണമെന്ന. എന്തായാലും അവിടെ വരുന്നവര് ഭക്തിപൂർവം എന്തിനും തയ്യാറായിട്ട് വരുന്ന ആളുകളല്ലേ. ആ മഹോത്സവത്തിൽ പങ്കെടുക്കുക, ദൈവത്തിന്റെ പുണ്യം നേടുക, ആ നദിയിൽ നിന്ന് മുങ്ങിക്കുളിക്കുക. അങ്ങനെ ആ പുണ്യം നേടാൻ വരുന്നവർക്ക് കുറച്ച് പൈസ ഒക്കെ ചെലവാക്കിയാൽ മനസ്സിലേക്ക് പിന്നെ എന്തിനാണെന്നേ. എന്തൊക്കെയായാലും തിരുനാവായിലെ പലരുടെയും വിശാല മനസ്കത നാം നെട്ടിയാലും വേണ്ടില്ല, കാണാതെ പോകരുതല്ലോ. ആരെങ്കിലും ചിലർ പാർക്കിംഗ് ചാർജ് വാങ്ങുന്നില്ല പ്രശ്നം. പാർക്കിങ്ങിനായി ഗേറ്റ് തുറന്നിടുന്ന മഹാമനസ്കത കൊട്ടിഘോഷിക്കുന്നതിലാണ്. ഇവർക്ക് ഗേറ്റ് തുറന്നിടാത്ത ആൾക്കാരെ വേണം. അതായത് ഇനിയിപ്പോ എങ്ങാണ്ടും ഈ മലപ്പുറത്ത് പാർക്കിങ്ങിനായിട്ട് അവരെ വീടുകളെല്ലാം തുറന്നിട്ട് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. പിറ്റേ ദിവസം ഇമാതിരി ആൾക്കാർ ഇറങ്ങുക എങ്ങനെയായിരിക്കും? ഹിന്ദുക്കൾക്ക് അവർ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതര മതസ്ഥർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അവർ ഗേറ്റ് ഒന്ന് തുറന്നിട്ട് കൊടുക്കുന്നു പോലുമില്ല. അതിഭീകരമായിട്ട് ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഗേറ്റൊക്കെ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഹിന്ദുക്കളുടെ മഹോത്സവത്തെ അവർക്ക് ദേഷ്യമാണ്, അവർക്ക് കലിപ്പാണ്.
അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നായിരിക്കും ഇവന്മാർ എഴുതിയിടുക. എങ്ങനെയുണ്ട്? തുറന്നിട്ടിട്ട് ഒരല്പം പൈസ വാങ്ങിച്ചിട്ട് ഒരു പക്ഷെ 100-200 വാങ്ങിക്കുന്നുണ്ട് വിചാരിക്കുക. അതൊക്കെ കൊടുക്കാൻ തയ്യാറായിട്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് ആരും പോയാൽ മതി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോയിട്ട് അവിടെ ഒരു വലിയ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ദൈവത്തെ കാണാൻ തന്നെ ഗംഭീര ക്യൂ ആണ്. അതിലൊന്നും ആർക്കും പ്രശ്നമില്ലല്ലോ. ദൈവത്തെ കാണെങ്കിൽ തൊട്ടടുത്ത് നിന്ന് കാണെങ്കിൽ ഇത്ര രൂപ കൊടുക്കണം, ഒരല്പം അകലെന്ന് മാറി എടുക്കണമെങ്കിൽ ഇത്ര രൂപ കൊടുക്കണം. അതിനൊന്നും ഈ ചേച്ചിക്ക് പ്രശ്നമൊന്നുമില്ല. അവിടെ അവർ പൈസ വാങ്ങിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഒരു 10 രൂപ കൊടുത്താൽ കിട്ടുന്ന ഈ എന്താ പറയുക പുഷ്പാഞ്ജലി എന്ന് പറയുന്ന പരിപാടിക്കൊക്കെ 30, 40, 50 രൂപക്ക് ഇങ്ങനെ ഇരട്ടി വാങ്ങിക്കുന്നുണ്ട്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അവിടുത്തെ പോലും QR കോഡ് അടക്കം വെച്ചിട്ടുണ്ട്. അതിലൊന്നും ഈ ചേച്ചിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ നാട്ടുകാർ ഒരല്പം പൈസ വാങ്ങിച്ചിട്ട് അവരെ വണ്ടി സ്വൈര്യമായിട്ട് പാർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞതിന് മാത്രമാണ് ഈ ആയ്മയ്ക്ക് പ്രശ്നമുള്ളത്. സത്യത്തിൽ മാഘ മഹോത്സവം തിരുനാവായക്കാർക്ക് ഒരു വരുമാന മാർഗമാണ് തുറന്നിട്ടിരിക്കുന്നത്. അതിന് ഭക്ഷണ കാര്യത്തിലായാലും അങ്ങനെ തന്നെ ഒരു അംശമില്ല. പ്രയാഗ്രാജിലെ കുംഭമേള കൊണ്ട് രക്ഷപ്പെട്ട എത്രയോ കുടുംബങ്ങൾ ജീവിതം നാം കേട്ടു. ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ദ്രോഹിക്കാത്ത, ആർക്കെങ്കിലും കുറച്ച് എന്തെങ്കിലും ദൂരത്ത് നിൽക്കുന്ന ഇത്തരം ആത്മീയതയെ കൊണ്ട് ജനം ഓർക്കട്ടെ. പിന്നെ എന്തിനാണ് ഇവർ എഴുതുന്നത്? ഇവരവസാനം എവിടെയും തട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് മായ്ച്ച് പോവുകയാണ്. നമ്മുടെ പ്രയാഗ്രാജിൽ ഒരു ഗംഭീര കുംഭമേള നടന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഏതൊരു പഴയ ബൈക്കും എടുത്തിട്ട് ഓടിയിട്ട് ലക്ഷങ്ങൾ സമ്പാദിച്ച ഒരു ചെറുപ്പക്കാരനെ. അവിടെ തന്നെ വരുന്നവർക്ക് പല്ല് തേക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു തരം മരത്തിൻ്റെ കമ്പൊക്കെ അത് പൊട്ടിച്ചു അത് ഇങ്ങനെ നുറുക്കിയിട്ട് പല്ല് തേക്കാൻ വേണ്ടി വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയ ഒരു IT പ്രൊഫഷണലെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ഇരിക്കുവാനും കിടക്കുവാനൊക്കെ സ്ഥലം നൽകിക്കൊണ്ട് അതിന് ചിലർ തുക വാങ്ങിച്ചുകൊണ്ടൊക്കെ അവിടെ പണം ഉണ്ടാക്കി എത്ര ആളുകളുണ്ടെന്നേ. ഇത് അവരുടെ ജീവിതോപാധിയാണ്. ആ സമയത്ത് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇവർക്ക് എങ്ങനെയെങ്കിലും ഈ മുസ്ലിം സമൂഹം വളരെ മോശപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ പൈസ വാങ്ങിച്ചിട്ടാണ് അവിടെ പേ പാർക്കിംഗ് ഒക്കെയാണ് അവിടെ നടക്കുന്നത്. ഭീകരമായ പൈസ വാങ്ങിക്കുന്നതൊക്കെ ഇവർക്ക് എന്തെങ്കിലും ഒരു ചിത്രം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഈ മേള കഴിയാൻ എത്ര ദിവസമായി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സംഘികളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും മോശപ്പെട്ട പ്രദേശമായിരുന്നു മലപ്പുറം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ? ഒന്നും വേണ്ട. ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത്, അതായത് ഈ ക്ഷേത്രത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പള്ളിയുടെ സൈഡിലൂടെയാണ് ഇറങ്ങുന്നേ. എന്നാ പള്ളിക്കാർ വല്ല പ്രശ്നം ഉണ്ടാക്കണ്ടേ? ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഈ അമ്പലത്തിന്റെ തൊട്ട് പുറകിൽ തന്നെയാണ് ഒരു പള്ളിയുള്ളത്. അപ്പൊ ഇവർക്ക് ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. പുറമേ നിന്ന് വരുന്നവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതര മതസ്ഥർ കൂടുതൽ പൈസ വാങ്ങിച്ചിട്ട് പേ പാർക്കിംഗ് നടത്തുന്നു. ഇതാണോ മതേതരത്വം എന്നൊക്കെ ഇവരിങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവരെങ്ങനെ ഗേറ്റ് തുറന്നിട്ടിട്ടില്ലെങ്കിൽ ഹിന്ദുക്കൾ ഈ മഹോത്സവത്തെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ് പോലും തുറന്നിട്ട് കൊടുക്കുന്നില്ല. ഒരല്പം പൈസ വാങ്ങിച്ചിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുത്തുകൂടെ ഇവന്മാർക്ക്? ഇവർക്ക് ഇത്ര ദേഷ്യമാണോ ഹിന്ദുക്കളോട് എന്നടക്കം ചോദിച്ചുകൊള്ളും. നോക്കൂ സുഹൃത്തുക്കളെ, ഒട്ടുമിക്ക ഈ ഹിന്ദു ക്ഷേത്രങ്ങളും ഒരു ഈ ഒരു മതത്തിൽ ജനിച്ച പോയൊരാളെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഇത്തരം ക്ഷേത്രങ്ങളെല്ലാം നല്ല പൈസ ഇവന്മാർ പൂജയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്. അതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പം കാണാറില്ല. നല്ല പൈസ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ എങ്ങാണ്ടാണ്, ഞാൻ അവിടെ പോയിട്ടില്ല, എന്തായാലും ആ ക്ഷേത്രത്തിൽ തൊട്ടടുത്ത് നിന്നിട്ട് ദർശിക്കാൻ വേണ്ടി ഇത്ര രൂപ, കുറച്ച് അകലിൽ നിന്ന് ദർശിക്കാൻ വേണ്ടി ഇത്ര രൂപ എന്ന രീതിയിലുള്ള ക്യൂ അടക്കം ഉണ്ട് എന്നതാണ്. എന്തിന്? ക്ഷേത്രങ്ങളിലടക്കം VIP ക്യൂകളടക്കമുണ്ട്. VIPകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ക്യൂ ഉണ്ട്. അവർക്ക് പ്രത്യേകമായിട്ട് ഭഗവാനെ തൊട്ടടുത്തുനിന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കും. പണം കുറഞ്ഞവർക്ക് ദൂരെ നിന്ന് പറ്റിങ്ങ് കണ്ടു പോടെ എന്ന രീതിയിലാണ് അവിടുത്തെ ഇടപാടുകളെല്ലാം. ഇതിൻ്റെ ഒക്കെ പുറകിൽ പൈസയാണ്. ഏത് ഉത്സവം നടക്കുകയായാലും ഏത് നാട്ടുകാരും ചെയ്യേണ്ടത് അതിൽ നിന്ന് എങ്ങനെ അല്പം വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ആ ഒരു തിരക്കും കണ്ട് അത് ആസ്വദിച്ച് കുത്തിരിക്കുക എന്നുള്ളതല്ല. അതിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതും വലിയ ദ്രോഹം ചെയ്തിട്ടില്ല. എന്തായാലും ഈ മഹോത്സവം കാണാൻ വേണ്ടിയിട്ട് ദൂരദേശത്ത് നിന്ന് കച്ച കെട്ടി ഇറങ്ങിയ ആളുകളാണ്. പണവുമായിട്ട് തന്നെ വന്നാൽ മതി. ആ പണം ഒരു മടിയും കൂടാതെ അവിടെയുള്ള പാവങ്ങളായിട്ടുള്ള ഈ ഒരു മേള കൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഇതര മതസ്ഥർക്ക് ഒന്ന് കൊടുക്കുന്നേ. എന്തായാലും എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു മതസങ്കല്പമായിട്ട് മുന്നോട്ട് പോകല്ലേ. അപ്പോൾ ഒരു അല്പസ്വല്പമൊക്കെ പൈസ ചിലവാക്കുന്നതിൽ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ബൈ.